അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രൻ സഞ്ചരിക്കുന്നത് 7-ലും 7-ാം തീയതി 7-ാം ഭാവത്തിലും അതിനുശേഷം ഒരു 4 ദിവസത്തോളം മോശം രാശികളിലും ഏറ്റവും ഒടുവിലത്തെ 2 ദിവസം വളരെ നല്ല രാശികളിലുമാണ് സഞ്ചരിക്കുന്നത്. മാതാവിൻ്റെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിൽ സ്വത്ത് സംബന്ധമായ ഭാഗം വയ്ക്കലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഗുണമോ ഉണ്ടാകുന്ന ദിവസമാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേൾക്കുന്ന ദിവസമാണ് ആഴ്ചയുടെ തുടക്കം തന്നെ ഈ കൂറുകാർക്ക്. ഒന്നുകിൽ മാതാവുമൊത്ത് വളരെ ഉല്ലാസകരമായ ഒരു യാത്ര പുറപ്പെടുകയോ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുകയോ ചെയ്യാം. അതല്ല എങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ ജോലി സംബന്ധമായ കാര്യത്തിലോ നല്ല വാർത്ത കേൾക്കാനിടവരും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വീടിൻ്റെ പരിഷ്കരണമോ വീടുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വീട് വയ്ക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള നല്ല വാർത്തകളോ കേൾക്കാൻ സാധിക്കും. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട വളർത്തുമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും സന്തോഷകരമായ വാർത്ത കേൾക്കാൻ സാധിക്കും ആഴ്ചയുടെ ആദ്യത്തെ ദിവസം. യാത്ര ഗുണം കാണുന്നു, വാഹനവുമായി ബന്ധപ്പെട്ടുമെല്ലാം ഗുണം കാണുന്നു. എന്നാൽ തൊട്ടടുത്ത ഒരു 2-3 ദിവസങ്ങൾ ദോഷകരമായ ചില അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. പ്രധാനമായും ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാണ്. മൂക്കടപ്പ്, സൈനസൈറ്റിസ്, ഈ തലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നീർവീക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ദോഷകരമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജലജന്യ രോഗങ്ങളാണ് കൂടുതലും ഉണ്ടാകുക. പ്രത്യേകിച്ചും വിഷാദ രോഗത്തിനും അടിപ്പെടാം. തങ്ങൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ചില ദുഃഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ആഴ്ചയുടെ ഒടുക്കം വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാമ്പത്തിക നേട്ടമാണ് ആഴ്ചയുടെ ഒടുക്കം. അതായത് വെള്ളി ശനി ദിവസങ്ങളിൽ സാമ്പത്തികമായ നല്ല നേട്ടം ഇവർക്ക് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ഉയർച്ച, ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പുരോഗതി, യാത്ര കൊണ്ട് ഗുണം, ഇതെല്ലാം കാണുന്നു. അപ്പോൾ മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ദിവസവും ഒടുവിലത്തെ 2 ദിവസവും വളരെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തിക നേട്ടവും പ്രവർത്തന വിജയവും കാണുന്നു. പിതാവിന് നേരിയ ശാരീരിക അവശതയുണ്ടാകാം. ആഴ്ചയുടെ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ പിതാവിന് നേരിയ അവശതയുണ്ടാകാം. ഈ വ്യക്തികൾക്ക് തന്നെ ശാരീരികമായ അവശതയുണ്ടാകാം. ഒരു കാരണവുമില്ലാതെ ചില വിഷാദം മനസ്സിനെ ബാധിക്കാം. ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായ ധനസഹായം 7-8 ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും 8-9 ദിവസങ്ങളിൽ ഇവരെ തേടി എത്തുന്നതാണ്. അത് ചിലപ്പോൾ ഭാഗ്യക്കുറി നറുക്കെടുപ്പിലെ വിജയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മധ്യസ്ഥത നിൽക്കുമ്പോഴോ വളരെ സ്വാഭാവികമായി കിട്ടേണ്ട പണം ഓർക്കാപ്പുറത്ത് കിട്ടുകയോ ഒക്കെ ചെയ്യുന്നതാവാം. ഏതായാലും ധനപരമായ നേട്ടമുണ്ട്. എന്നാൽ ആരോഗ്യ സംബന്ധമായ ആഴ്ചയുടെ ഈ ദിവസങ്ങളിൽ ദോഷമുണ്ട്. ആഴ്ചയുടെ ഒടുക്കം വളരെ ഗുണകരവുമാണ്. മേടക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 7, പിന്നെ 12, 13 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു.